TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സ് എന്ന ബയോമോളിക്യൂളിനെ കുറിച്ചാണ്. ന്യൂക്ലിക് ആസിഡ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഫൗണ്ട് ഇൻ ലിവിങ് സിസ്റ്റംസ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. DNA എന്നും RNA എന്നും പേരുള്ള 2 ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ച്. നമ്മുടെ ജനിതക മെറ്റീരിയലാണ്, ജനിതക വസ്തുവാണ്. നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിനകത്ത്, ക്രോമസോമിനകത്ത് കാണുന്ന ജനറ്റിക് മെറ്റീരിയലാണ് DNA എന്ന് പറയുന്നത്. ചില ജീവികളിൽ, വൈറസുകൾ പോലെയുള്ള ചില ജീവികളിലെ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് RNA. അപ്പോൾ DNA എന്നും RNA എന്നും പറഞ്ഞ് 2 ന്യൂക്ലിക് ആസിഡ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസിലെ മറ്റൊരു മാക്രോ മോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്പ് ഉണ്ട്, DNAയും RNAയും. DNAയുടെ മുഴുവൻ പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNAയുടെ മുഴുവൻ പേര് റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ആൻഡ് RNA ഫങ്ഷൻ ആസ് ജനറ്റിക് മെറ്റീരിയൽ. രണ്ടും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ന്യൂക്ലിയോടൈഡ്സ് എന്നൊരു ടേം പരിചയപ്പെടാം. എല്ലാ മാക്രോ മോളിക്യൂൾസിലും അവയുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഇപ്പോൾ പ്രോട്ടീൻസ് പഠിച്ചപ്പോൾ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സാണ് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സാണ് മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. ലിപ്പിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സാണ് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും. അതുപോലെ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സാണ് ന്യൂക്ലിയോടൈഡ്സ്. ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആർ കാൾഡ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ പ്രധാനമായിട്ടും 3 കമ്പണൻറ്റുകൾ കാണും. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു നൈട്രോജീനസ് ബേസ്, ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് കാണും. ഒരു പെൻറ്റോസ് ഷുഗർ കാണും. പെൻറ്റോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റമുള്ള ഷുഗറിനെയാണ് പെൻറ്റോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളും കാണും. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ പ്രധാനപ്പെട്ട 3 കമ്പോണൻസാണ് നൈട്രോജീനസ് ബേസ്, then a pentose sugar and a phosphate group. ഫിഗറിൽ നമുക്ക് കാണാം, ഇതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഇതൊരു പെൻറ്റോസ് ഷുഗറാണ്, ഇതൊരു നൈട്രജൻ ബേസാണ്. അപ്പോൾ ഈ ഇത്രയും ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കാണുന്ന ഒരു പോളിമറാണ് ന്യൂക്ലിക് ആസിഡ്സ്. ഇനി പെൻറ്റോസ് ഷുഗർ എന്ന് പറഞ്ഞു, 5 കാർബൺ ആറ്റമുള്ള ഷുഗർ എന്ന് പറഞ്ഞു. ന്യൂക്ലിക് ആസിഡ്സിനെ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, DNAയും RNAയും. RNAയിൽ കാണുന്ന ഷുഗറാണ് റൈബോസ് ഷുഗർ. DNAയിൽ കാണുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് അവയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആണ്. ന്യൂക്ലിയോടൈഡ്സിന് പ്രധാനമായും 3 കമ്പണൻസ്: എ നൈട്രോജീനസ് ബേസ്, എ പെൻറ്റോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പെൻറ്റോസ് ഷുഗർ റൈബോസും ഉണ്ട്, ഡിയോക്സി റൈബോസും ഉണ്ട്. റൈബോസ് ഷുഗറാണ് RNAയിൽ കാണുന്ന ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗറാണ് DNAയിൽ കാണുന്ന ഷുഗർ. ഇനി നൈട്രോജീനസ് ബേസും 2 കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പ്യൂറൈൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലും അതുപോലെ പിരിമിഡൈൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലും. ഈ 2 വിഭാഗത്തിൽ വരുന്ന നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ് ഉണ്ട്. പ്യൂറൈൻസ് വിഭാഗത്തിൽ വരുന്ന ബേസസ് ആണ് അഡിനൈൻ ആൻഡ് ഗോനൈൻ. അഡിനൈൻ എന്നും ഗോനൈൻ എന്നും പേര് പറയുന്ന 2 നൈട്രജൻ ബേസുകൾ പ്യൂറൈൻ കോമ്പൗണ്ട്സ് ആണ്. പിരമിഡൈൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. 3 നൈട്രജൻ ബേസുകളുണ്ട്: സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഒരു ന്യൂക്ലിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൽ 4 നൈട്രജൻ ബേസുകളെ കാണത്തുള്ളൂ. 2 പ്യൂറൈൻ ബേസസും കാണും, 2 പിരമിഡൈൻ ബേസസും കാണും. അപ്പോൾ ഈ സൈറ്റോസിൻ എന്ന് പറയുന്ന ബേസ് കോമൺ ഫോർ DNA ആൻഡ് RNA. DNAയിലും RNAയിലും ഉണ്ട്.
എന്നാൽ തൈമിൻ ആണെങ്കിൽ പ്രസൻറ്റ് ഇൻ DNA. തൈമിൻ DNA മാത്രമേ ഉള്ളൂ. എന്നാൽ യുറാസിലാണെങ്കിൽ പ്രസൻറ്റ് ഇൻ RNA. RNAയിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. DNA മാത്രം കാണുന്ന നൈട്രജൻ ബേസാണ് തൈമിൻ. അപ്പോൾ പിരമിഡൈൻ ബേസസിൽ സൈറ്റോസിൻ DNA RNAയിലും ഉണ്ട്. തൈമിൻ DNA മാത്രമേ കാണുന്നുള്ളൂ. യുറാസിൽ RNA മാത്രമേ കാണുന്നുള്ളൂ. നൈട്രജൻ ബേസുകൾ നൈട്രോജിനസ് ബേസസ് ഇൻ ന്യൂക്ലിക് ആസിഡ്സ് ആർ പിരമിഡൈൻസ് ആൻഡ് പ്യൂറൈൻസ്. പ്യൂറൈൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനൈൻ, ഗ്വാനൈൻ. പിരമിഡൈൻ ബേസസ് തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു വസ്തുത, ഇവ രണ്ടും രണ്ട് കാറ്റഗറി ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണെന്ന് പറഞ്ഞു, പ്യൂറൈൻസും പിരമിഡൈൻസും. അപ്പോൾ അവയുടെ ഒരു സ്ട്രക്ചറൽ പെക്കൂലിയാരിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിരമിഡൈൻസ് ഹാവ് എ സിംഗിൾ ഹെറ്ററോസൈക്ലിക് റിംഗ്. പിരമിഡൈൻ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവയ്ക്കെല്ലാം ഒരു സിംഗിൾ റിംഗ് മാത്രമേ ഉള്ളൂ. റിംഗ്ഡ് സ്ട്രക്ചറാണ്, എന്നാൽ ഒരു സിംഗിൾ റിംഗ് മാത്രമേ ഉള്ളൂ പിരമിഡൈൻസിൽ. എന്നാൽ പ്യൂറൈൻ ബേസസിന് ഡബിൾ റിംഗ്ഡ് സ്ട്രക്ചേഴ്സാണ്. ഡബിൾ റിംഗ്ഡ് സ്ട്രക്ചേഴ്സാണ് അഡിനൈനും ഗ്വാനൈനും ഉള്ളത്. എന്നാൽ സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ ഈ 3 നൈട്രജൻ ബേസസിനും സിംഗിൾ റിംഗ് സ്ട്രക്ചേഴ്സാണുള്ളത്. പിരമിഡൈൻസ് ഹാവ് എ സിംഗിൾ ഹെറ്ററോസൈക്ലിക് റിംഗ് ആൻഡ് പ്യൂറൈൻസ് ഹാവ് 2 ഫ്യൂസ്ഡ് റിംഗ്സ്. 2 റിംഗ്സ് ഫ്യൂസ്ഡ് റിംഗ്സ് കാണാൻ സാധിക്കും. ഇപ്പോൾ നൈട്രജൻ ബേസസ് ഒന്നുകൂടെ നോക്കാം. അഡിനൈൻ, ഗ്വാനൈൻ, തൈമിൻ, സൈറ്റോസിൻ ഈ 4 നൈട്രജൻ ബേസുകളുമാണ് DNA കാണുന്ന നൈട്രജൻ ബേസുകൾ. അഡിനൈനും ഗ്വാനൈനും തൈമിനും സൈറ്റോസിനും ഇത് DNA കാണുന്ന നൈട്രജൻ ബേസുകൾ. എന്നാൽ RNA കാണുന്ന ബേസുകൾ അഡിനൈൻ, ഗ്വാനൈൻ, യുറാസിൽ, സൈറ്റോസിൻ. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് നോക്കിയേ. അഡിനൈനും ഗ്വാനൈനും ഈ 2 ബേസസും DNA ഉണ്ട്, RNA ഉണ്ട്. ഇനി DNA വരുമ്പോൾ തൈമിനുണ്ട്, എന്നാൽ RNA തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലാണ്. അതാണ് വ്യത്യാസം. DNA തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് DNA ഉണ്ട്, എന്നാൽ RNA വരുമ്പോൾ തൈമിന് പകരം യുറാസിലാണുള്ളത്. ഇനി ഷുഗർ, 2 ഷുഗർ ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. DNA ഷുഗറിൻ്റെ പേരാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. RNA ഷുഗറിൻ്റെ പേരാണ് റൈബോസ് ഷുഗർ. ന്യൂക്ലിക് ആസിഡ് കണ്ടെയ്നിങ് ഡിയോക്സി റൈബോസ് ഈസ് കാൾഡ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ DNA എന്നും RNA എന്നും പേര് വരാനുള്ള കാരണം ഈ ഷുഗറിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ DNA ഉള്ള ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഒരു കെമിക്കൽ സ്ട്രക്ചർ നോക്കുമ്പോൾ, മോളിക്കുലാർ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിയോക്സി റൈബോസ് ഇവിടെ ഒരു ഓക്സിജൻ കുറവാണ്, ഒരു OH ഗ്രൂപ്പ് ഇവിടെ നോക്കിയാൽ കാണാൻ നമുക്ക്. റൈബോസിൽ ഇവിടെ ഒരു OH ഗ്രൂപ്പുണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് ഇവിടെ DNA ഡിയോക്സി റൈബോസിലേക്ക് വരുമ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ കുറവാണ്. സോ ഇറ്റ് ഈസ് ഡിയോക്സി റൈബോസ്. DNA ഡിയോക്സി റൈബോസ് ഷുഗറാണ്, RNA റൈബോസ് ഷുഗറാണ്. എ ന്യൂക്ലിക് ആസിഡ് കണ്ടെയ്നിങ് ഡിയോക്സി റൈബോസ് ഈസ് കാൾഡ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എ ന്യൂക്ലിക് ആസിഡ് കണ്ടെയ്നിങ് റൈബോസ് ഈസ് കാൾഡ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി എന്താ ന്യൂക്ലിയോസൈഡ് എന്ന് നോക്കാം. എ നൈട്രോജീനസ് ബേസ് കമ്പൈൻസ് വിത്ത് പെൻറ്റോസ് ഷുഗർ ടു ഫോം ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ്. നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ചേരുമ്പോൾ കിട്ടുന്ന കെമിക്കൽ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ നൈട്രജൻ ബേസാണ് അഡിനൈൻ. അപ്പോൾ അഡിനൈന് ഷുഗറുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് അഡിനോസിൻ. അഡിനൈൻ റൈബോസ് ഷുഗറുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് അഡിനോസിൻ. ഗ്വാനൈൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഗ്വാനോസിൻ. സൈറ്റോസിൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ സൈറ്റിഡീൻ. തൈമിൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ തൈമിഡീൻ. യുറാസിൽ ഷുഗറുമായിട്ട് ചേരുമ്പോൾ യുറിഡീൻ. അപ്പോൾ ഇതെല്ലാം പിരമിഡൈൻ ബേസസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൈറ്റിഡീൻ, തൈമിഡീൻ, യുറിഡീൻ എന്നുള്ള പേര് വരുന്നത്. പ്യൂറൈൻ ബേസസിൽ അഡിനോസിൻ, ഗ്വാനോസിൻ എന്നുള്ള പേരാണ് വരിക. അപ്പോൾ ന്യൂക്ലിയോസൈഡിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അഡിനോസിൻ, ഗ്വാനോസിൻ, തൈമിഡീൻ, യുറിഡീൻ, സൈറ്റിഡീൻ
ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്, ന്യൂക്ലിയോസൈഡ്സിന് എക്സാമ്പിളാണ്. ഇപ്പം ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഒരു നൈട്രോജീനസ് ബേസും ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിന് എക്സാമ്പിളാണ് അഡിനോസിൻ, ഗുവാനോസിൻ, തൈമിഡീൻ, യുറിഡീൻ, സൈറ്റിഡീൻ. ഇതെല്ലാം ന്യൂക്ലിയോസൈഡിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് നോക്കിക്കേ. ന്യൂക്ലിയോസൈഡ് കമ്പൈൻസ് വിത്ത് ഫോസ്ഫേറ്റ് ടു ഫോം ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നൈട്രജൻ ബേസും ഷുഗറും കൂടെ ചേരുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നത്. ആ ന്യൂക്ലിയോസൈഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ന്യൂക്ലിയോടൈഡ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നേരത്തെ കണ്ടു നമ്മൾ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ളത്. അതിൽ അഡിനൈനും ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്നതാണ് അഡിനോസിൻ. അഡിനോസിൻ ഫോസ്ഫേറ്റുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് അഡിനിലിക് ആസിഡ്. ഇനി ഗുവാനൈൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നേരത്തെ കണ്ടു, ഗുവാനോസിൻ. ഗുവാനോസിൻ ഫോസ്ഫേറ്റുമായിട്ട് ചേരുമ്പോൾ ഗുവാനിലിക് ആസിഡ്. സൈറ്റോസിൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ നേരത്തെ പ്രോഡക്റ്റ് മനസ്സിലാക്കി, സൈറ്റിഡീൻ. സൈറ്റിഡീൻ ഫോസ്ഫേറ്റുമായിട്ട് ചേരുമ്പോൾ സൈറ്റിഡിലിക് ആസിഡ്. തൈമിൻ ഷുഗറുമായിട്ട് ചേരുമ്പോൾ തൈമിഡീൻ, അത് ഫോസ്ഫേറ്റുമായിട്ട് ചേരുമ്പോൾ തൈമിഡിലിക് ആസിഡ്. യുറാസിൽ ഷുഗറുമായിട്ട് ചേരുമ്പോൾ യുറിഡീൻ, ഫോസ്ഫേറ്റുമായിട്ട് ചേരുമ്പോൾ യുറിഡിലിക് ആസിഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിന് എക്സാമ്പിളാണ് അഡിനിലിക് ആസിഡ്, ഗോനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്. ഇതെല്ലാം ന്യൂക്ലിയോടൈഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡാണ് ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ആ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത് ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ചേർന്നാണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസും ഷുഗറും ചേർന്നതാണ് ന്യൂക്ലിയോസൈഡ്. ആ ന്യൂക്ലിയോസൈഡുമായിട്ട് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡാണ് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. അഡിനിലിക് ആസിഡ്, ഗോനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ് ആർ എക്സാമ്പിൾസ് ഫോർ ന്യൂക്ലിയോടൈഡ്സ്. അവയുടെ ഫിഗറുകൾ കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അഡിനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂറൈൻ ബേസാണ്, നേരത്തെ സൂചിപ്പിച്ചു. 2 ഹെട്രോസൈക്ലിക് റിംഗ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് പ്യൂറൈൻ ബേസാണ് അഡിനിൻ. അടുത്ത യുറാസിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ റിംഗ്ഡ് സ്ട്രക്ചറാണ്. അത് പിരമിഡൈൻ ബേസസിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. ഒരു പ്യൂറൈൻ ബേസിൻ്റെ എക്സാമ്പിളാണ് അഡിനൈൻ, പിരമിഡൈൻ ബേസിൻ്റെ എക്സാമ്പിളാണ് യുറാസിൽ. ഇനി അഡിനോസിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ആരൊക്കെ ചേർന്നതാണ്? അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും ഷുഗറും കൂടെ ചേരുന്ന പ്രോഡക്റ്റാണ് അഡിനോസിൻ. അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ന്യൂക്ലിയോസൈഡാണ് അഡിനോസിൻ. ഇനിതാ ഇവിടെ യുറാസിൽ എന്നൊരു നൈട്രജൻ ബേസ് ഉണ്ട്. ആ യുറാസിലും ഷുഗറും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് യുറിഡീൻ. യുറിഡീൻ. ഇനിതാ ഈ പറയുന്ന അഡിനോസിന് അടുത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോടൈഡ്. അഡിനൈൻ പ്യൂറൈൻ ബേസിന് എക്സാമ്പിളാണ്. യുറാസിൽ പിരമിഡൈൻ ബേസിന് എക്സാമ്പിളാണ്. അഡിനോസിൻ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോസൈഡ്. അഡിനോസിൻ ആൻഡ് യുറിഡീൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോസൈഡ്. അഡിനിലിക് ആസിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോടൈഡ്. ഇനി എന്താണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് നോക്കാം. ഓരോ ബയോമോളിക്യൂളിലും എക്സ്പെഷ്യലി ബയോ മാക്രോ മോളിക്യൂൾസിൽ അതിലെ ഓരോ മോണോമർ യൂണിറ്റിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടീൻ മോളിക്യൂളിൽ അമിനോ ആസിഡിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൽ മോണോസാക്കറൈഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അതുപോലെ DNA-യിൽ അതിൻ്റെ ന്യൂക്ലിയോടൈഡ്സുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. എങ്ങനെയാണ് ആ ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പരിചയപ്പെടാം. ഇൻ ന്യൂക്ലിക് ആസിഡ് ഫോസ്ഫേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഷുഗർ ബൈ ആൻ എസ്റ്റർ ബോണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും
ഷുഗർ മോളിക്യൂളും കൂടെ പരസ്പരം കണക്റ്റ് ചെയ്യപ്പെടുന്ന ബോണ്ട്. അപ്പോൾ ഒരു ഷുഗർ മോളിക്യൂളും അടുത്ത ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടെ എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സ് നടന്നാണ് ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഒരു ഷുഗർ മോളിക്യൂളും അടുത്ത ഫോസ്ഫേറ്റ് മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാ ഇവിടുത്തെ ഷുഗർ ഇവിടുത്തെ ഫോസ്ഫേറ്റ് മാറ്റി ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പം അങ്ങനെ അടുത്തടുത്ത് രണ്ട് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മളതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. ഇൻ എ ന്യൂക്ലിക് ആസിഡ് എ ഫോസ്ഫേറ്റ് മോയിറ്റി ലിങ്ക്സ് ടു ദ 3' കാർബൺ ഓഫ് 1 ഷുഗർ. ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു പെൻറ്റോസ് ഷുഗർ ആണെന്ന് പറഞ്ഞു, 5 കാർബൺ ആറ്റമുള്ള ഷുഗർ ആണെന്ന് പറഞ്ഞു. ഇവിടെ കാർബൺ ആറ്റത്തിന് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ ഇവിടെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലുള്ള OH ഗ്രൂപ്പും അതുപോലെ ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തങ്ങളിൽ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും, എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും, എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലും തൊട്ട് ഇവിടെ വരുമ്പോൾ അടുത്ത ന്യൂക്ലിയോറ്റൈഡിൽ വരുമ്പോൾ ഇവിടുത്തെ 5ാമത്തെ കാർബൺ ആറ്റവുമാണ്. അപ്പോൾ ഫോസ്ഫേറ്റ് മോളിക്യൂള് ഒരു ഷുഗറിൻ്റെ മൂന്നാമത്തെ കാർബൺ ആറ്റവുമായിട്ടും അടുത്ത ഷുഗറിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയോറ്റൈഡിൽ ഒരു എൻഡിൽ ഫ്രീ ആയിട്ടൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, മറ്റേ എൻഡിൽ ഫ്രീ ആയിട്ടൊരു OH ഗ്രൂപ്പും കാണും. അപ്പോൾ ഫ്രീ ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 5' എൻഡ് എന്ന് വിളിക്കും. ഫ്രീ ആയിട്ട് OH ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 3' എൻഡ് എന്ന് വിളിക്കും. In a nucleic acid, a phosphate moiety links to the 3' carbon of 1 sugar of 1 nucleotide to the 5' carbon of the sugar of the succeeding nucleotide. ഒരു ന്യൂക്ലിയോറ്റൈഡിൻ്റെ 3' കാർബണുമായിട്ടും അടുത്ത ന്യൂക്ലിയോറ്റൈഡിൻ്റെ 5' കാർബണുമായിട്ടാണ് ഫോസ്ഫേറ്റ് മോയിറ്റി ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് എക്സ്റ്റർ ബോണ്ടുകൾ ഫോം ചെയ്യുകയാണ്. ദ ബോണ്ട് ബിറ്റ്വീൻ ദ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഈസ് ആൻ എസ്റ്റർ ബോണ്ട്. As there is one such ester bond on either side, ഓരോ സൈഡിലും ഓരോ എസ്റ്റർ ബോണ്ട് കൂടെ ഫോം ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് എ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഓർക്കുക, ന്യൂക്ലിക് ആസിഡ്സിൽ ന്യൂക്ലിയോറ്റൈഡുകളെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ന്യൂക്ലിക് ആസിഡ്സിലെ കെമിക്കൽ ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇനി DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കുവാൻ പോകുന്നത്. അപ്പോൾ DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ പടം നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ്, ഇങ്ങനെ ചുറ്റി വച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ചുറ്റി വെച്ചിട്ടൊരു ഹെലിക്കൽ ഫോമിലേക്ക് മാറിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് DNA-ക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാരാണ്. 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഫോർ ദ സ്ട്രക്ചർ ഓഫ് DNA. അപ്പോൾ DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാരാണ്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിനുള്ളതെന്ന് നോക്കാം. ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. DNA ഈസ് മേഡ് ഓഫ് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ്. അപ്പോൾ DNA എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ്. ന്യൂക്ലിയോറ്റൈഡിൻ്റെ ഒരു പോളിമറാണ്. അങ്ങനെ 2 ചരടുകളുണ്ട് DNA-ക്ക്. വെയർ ദ ബാക്ക് ബോൺ ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷുഗർ ഫോസ്ഫേറ്റ് ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്. ഇതിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഈ 2 ചരടുകളാണ്. ഈ 2 ചരടുകളും ഫോം ചെയ്തിട്ടുള്ളത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്നിട്ടാണ്. ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്, ഈ 2 അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നൈട്രജൻ ബേസുകൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് സാലിയൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് DNA ഈസ് മേഡ് ഓഫ് 2 പോളിന്യൂക്ലിയോറ്റൈഡ് chains where the backbone is constituted by sugar phosphate and the bases project inside. The two chains have anti-parallel polarity.
It means if one chain has the polarity 5' to 3', the other has the polarity 3' to 5'. അപ്പോൾ DNA-യുടെ പൊളാരിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഒരു രണ്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് വരിക. അതായത് DNA-യുടെ ഒരു സ്ട്രാൻഡിന് 5' 3' ഓറിയൻറ്റേഷൻ ആണെങ്കിൽ, ഇപ്പോൾ 5' എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ന്യൂക്ലിയോറ്റൈഡിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ ഫ്രീ ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്ന എൻഡാണ് 5' എൻഡ്. അതുപോലെ ഫ്രീ ആയിട്ട് OH ഗ്രൂപ്പ് കാണുന്ന എൻഡാണ് 3' എൻഡ്. അപ്പോൾ DNA 2 സ്ട്രാൻഡുള്ള മോളിക്യൂളാണെന്ന് പറഞ്ഞു. ഈ 2 സ്ട്രാൻഡിൻ്റെയും പൊളാരിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. അതാണ് ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രാൻഡിൻ്റെ എൻഡിൽ 5' ആണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ അവിടെ 3' ഉണ്ടായിരിക്കും. അതാണ് ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. If one chain has the polarity 5' to 3', the other chain has the polarity 3' to 5'. അതാണ് രണ്ടാമത്തെ സാലിയൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, the bases in 2 strands are paired through hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ഈ ബേസ് പെയറിംഗ് ഉണ്ടായിരിക്കുന്നത്. പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം. The bases in 2 strands are paired through hydrogen bond. ഇവിടെ അഡിനൈൻ ഉണ്ട്, തൈമിൻ ഉണ്ട്. ഇവിടെ ഗുവാനൈൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അഡിനൈൻ ഫോംസ് 2 ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് തൈമിൻ. അഡിനൈൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്യുകയാണ്. ഡബിൾ ബോണ്ടാണ്. ഇപ്പോൾ AT ബേസ് പെയർ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ AT ബേസ് പെയർ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് ബേസ് പെയർ ആണ്. അഡിനൈൻ ഓൾവേസ് പെയേഴ്സ് വിത്ത് തൈമിൻ ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്സ്. അതുപോലെ ഗുവാനൈൻ ആൾവേസ് പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഗുവാനൈൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ആ പെയറിങ് എപ്പോഴും ഒരു ട്രിപ്പിൾ ബോണ്ടായിരിക്കും. 3 ഹൈഡ്രജൻ ബോണ്ട് കാണും. The bases in 2 strands are paired through hydrogen bond, forming base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. Each strand appears like a helical staircase. ഒരു ചുറ്റുഗോവണിയോട് സാദൃശ്യമുള്ള ഒരു സ്ട്രക്ചറാണ് DNA-ക്കുള്ളത്. Each strand appears like a helical staircase. Each step of ascent is represented by a pair of bases. അപ്പോൾ ഓരോ സ്റ്റെപ്പും, അതിലൊരു സ്റ്റെയർ കേസിൻ്റെ ഓരോ സ്റ്റെപ്പും ഒരു പെയർ ബേസുകളാണ്. ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് ദ സ്ട്രാൻഡ് ടേൺസ് 36 ഡിഗ്രി. ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. ഇത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും, അല്ലാതെ ഒരു ബേസ് പെയറിൽ നിന്നും അടുത്ത ബേസ് പെയറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ കാണുന്ന DNA 36 ഡിഗ്രി ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് ദ സ്ട്രാൻഡ് ടേൺസ് 36 ഡിഗ്രി. ഓരോ സ്റ്റെപ്പിലും ആ സ്ട്രാൻഡ് 36 ഡിഗ്രി ടേൺ ചെയ്യും. 1 full turn of the helical strand would involve 10 steps or 10 base pairs. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫുൾ ടേൺ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ, അതായത് 360 ഡിഗ്രി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ മൊത്തത്തിലപ്പോൾ എത്ര ബേസ് കാണും? 10 ബേസ് കാണും. ഓരോ ബേസ് പെയറും തിരിയുമ്പോൾ 36 ഡിഗ്രി വീതം തിരിയും. അങ്ങനെ 10 ബേസ് പെയറാണ് ഒരു ഫുൾ ടേണിൽ വരുമ്പോഴത്തേക്കും കാണുക. The 2 chains are coiled in a right-handed fashion. അപ്പോൾ ഈ ഒരു ടേണിങ്ങിനും പ്രത്യേകതയുണ്ട്. അത് റൈറ്റ് ഹാൻഡഡ് കോയിൽഡ് ഫാഷനിലാണ് തിരിയുന്നത്. The pitch of the helix is 34 angstrom. അപ്പോൾ ആ ഒരു ടേണിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 34 angstrom ആണ്. അങ്ങനെ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 3.4 നാനോമീറ്ററാണ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റാണ് ആങ്സ്ട്രം. അപ്പോൾ ഒരു ടേണിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 34 angstrom ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 10⁻⁻9 മീറ്റർ. ആൻഡ് ദെയർ ആർ റഫ്ലി 10 ബേസ് പെയേഴ്സ് ഇൻ ഈച്ച് ടേൺ. ഓരോ ടേണിലും 10 ബേസ് പെയേഴ്സ് ഉണ്ടാവും. കോൺസിക്വൻ്റ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബേസ് പെയർ ഇൻ എ ഹെലിക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.4 angstrom. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ബേസ് പെയറുകൾ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 angstrom ആണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ടേണിൽ 34 angstrom.
അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ബേസ് പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രോം ആണ്. This form of DNA with the above mentioned salient features is called BDNA. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഉള്ള DNA വിളിക്കുന്ന പേരാണ് BDNA. അപ്പോൾ സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ ഉള്ള പല ടൈപ്പ് DNA ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിൽ ഈ ഫോം BDNAയുടെ സ്ട്രക്ചറാണ് വാട്സൺ ക്രിക്കും പ്രപ്പോസ് ചെയ്ത സ്ട്രക്ചർ. ഫീച്ചേഴ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. DNA is made of 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. അപ്പോൾ DNA മോളിക്യൂള് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് ബോൺ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്നാണ്. ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. The two chains have ആൻറ്റി പാരലൽ പൊളാരിറ്റി. രണ്ട് ചെയിനിൻ്റെയും പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ്, ആൻറ്റി പാരലൽ ആണ്. It means if one chain has the polarity 5' to 3', the other has 3' to 5' എന്ന് പറയുമ്പോൾ ഒരു ചെയിനിൻ്റെ പൊളാരിറ്റി 5' to 3' ആണെങ്കിൽ മറ്റേ ചെയിനിൻ്റെ പൊളാരിറ്റി 3' to 5' ആയിരിക്കും. The bases in two strands are paired through hydrogen bond. അപ്പോൾ ബേസസ് പെയർ ചെയ്യപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. Forming base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Adenine എപ്പോഴും തൈമിനുമായിട്ട് ബേസ് പെയറിംഗ് നടത്തും ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്, 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട്. അതുപോലെ ഗുവാനൈൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയറിംഗ് നടക്കും. ഇനി ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പെയർ ഓഫ് ബേസസ്. ഓരോ അസെൻറ്റും നമ്മൾ ഒരു പെയർ ബേസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് ദ സ്ട്രാൻഡ് ടേൺസ് 36 ഡിഗ്രി. ഓരോ ടേണിങ്ങിലും 36 ഡിഗ്രി തിരിയുന്നു. 1 ഫുൾ ടേൺ ഓഫ് ദ ഹെലിക്കൽ സ്ട്രാൻഡ് വുഡ് ഇൻവോൾവ് 10 സ്റ്റെപ്സ് ഓർ 10 ബേസ് പെയേഴ്സ്. ഒരു ഫുൾ ടേണിൽ 10 ബേസ് പെയേഴ്സ് ഉണ്ടാകും. ദ പിച്ച് ഓഫ് ദ ഹെലിക്സ്, ഹൈറ്റ് എന്ന് പറയുന്നത് 34 ആങ്സമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റഫ്ലി ദർ ആർ 10 ബേസ് പെയേഴ്സ് ഇൻ ഈച്ച് ടേൺ. The distance between a base pair in a helix is approximately equal to 3.4 angstrom. അടുത്തടുത്തുള്ള രണ്ട് നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രം ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചേഴ്സിൽ പറയാനുള്ളത്. ഈച്ച് സ്ട്രാൻഡ് അപ്പിയേഴ്സ് ലൈക്ക് എ ഹെലിക്കൽ സ്റ്റെയർകേസ്. The two chains are coiled in a right-handed fashion. നാലാമത്തെ ഭാഗം വീഡിയോ ഇവിടെ സമാപിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിന് അടുത്ത വീഡിയോ കാണുക. For video lessons, please subscribe TLP's biology classes. Thank you.